ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അധികമൊന്നും ട്രൈ ചെയ്യാത്തൊരു ടൈപ്പ് റെസിപ്പിയാണ്. നമുക്ക് ചിക്കൻ ഒന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ പരത്തുക, കുഴയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ മതി. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ മക്രോണി ഉണ്ടാക്കുമ്പോൾ ഒരു 70-80% വേവിക്കുള്ളൂ. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം നമുക്ക് ലാസ്റ്റ് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്, നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബാക്കി റെഡി ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. അത് നമ്മൾ സവാള ചേർത്തതിന് ശേഷം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, കുനുകുനാന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യില്ല, അങ്ങനെ കട്ട് ചെയ്താൽ മതി, നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും തന്നെ കടിക്കാത്ത പരുവത്തിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതവിടെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ അവിടെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മൾ ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. കൈ വെച്ച് ചെയ്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്യുന്ന സാധനം വേണമെന്നൊന്നുമില്ല. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരിയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനത് എടുത്ത് വെച്ചിട്ട് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം കേട്ടോ. കാരണം ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാവരും നന്നായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. എന്നാലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മസാല, ആ സ്പൈസസ് ഒക്കെ എല്ലാവരുടെയും പിടിക്കുകയുള്ളൂ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കി വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വല്ലാണ്ട് ഉടച്ചെടുക്കണമെന്നില്ല. നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിനെ ഞാനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കാരണം നമുക്കിത് അധികം അങ്ങനെ കടിക്കാൻ കിട്ടാത്ത രീതിയിലാണ് വേണ്ടത്. ആ മക്രോണിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഒന്ന് ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ക്ലീൻ റാപ്പും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡും ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് മാവ് ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാ മസാലയും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നമ്മളിനി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ട്.
സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏതായാലും കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തിരി കട്ടി വേണം. ഒരുപാട് തിന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് അവസാനം മുട്ടയിൽ മുക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തവി വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അതേപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം, ഒരേപോലെ ആക്കിയെടുക്കാം. നമുക്ക് അവസാനം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ ഷേപ്പിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എല്ലാ സൈഡും നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. മക്രോണിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം ഏകദേശം വെക്കുക. കുറഞ്ഞത് ഒരു അരമണിക്കൂർ അത്രയും വെച്ചാലും മതി. എന്നിട്ട് നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസും കൂടി ആക്കുന്നുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് കുഴക്കലും പരത്തലൊക്കെ അല്ലേ വലിയ പണി. അത്രയും മെനക്കെടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മക്രോണിയും ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതും വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം, ചിക്കൻ വേണമെന്നുള്ളവർക്ക്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഇതിവിടെ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല കുറച്ച് കട്ടിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നുമില്ല. അപ്പോൾ ഇനി നമുക്കൊരു മുട്ട അടിച്ച് വെച്ചതിൽ നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം. മുട്ടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മുക്കി കൊടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് പൊടിച്ചതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ കട്ട്ലറ്റ് ഒന്നും കഴിക്കുന്ന പോലെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ആ ഒരു ടൈപ്പ് മസാലയ്ക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നോമ്പിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ബ്രെഡ് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാൻ ഒരുപാട് എണ്ണ ഇട്ട് മുക്കി പൊരിക്കണം എന്നില്ല. അതിൻ്റെ ഒരു സൈഡ് മുങ്ങേണ്ട അത്ര എണ്ണ മതി. അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ നല്ലോണം കുറയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക. കാരണം ഉൾഭാഗം അങ്ങനെ ഒരുപാട് വേവാനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുഴിയുള്ള സോസ് പാനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓയിലിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഈ സൈഡും കൂടി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല, കുറച്ച് എണ്ണ ഉണ്ടാവും. അത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇടുമ്പോൾ അങ്ങ് പൊക്കോളും. അല്ലാതെ ഒത്തിരി അങ്ങ് എണ്ണ കുടിച്ചിരിക്കണ സ്നാക്കൊന്നും അല്ല. അപ്പോൾ ഇനി നമുക്കിത് സോസും കൂട്ടി കഴിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ സോസും ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കുട്ടീസിനാണെങ്കിലും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.